നിനക്ക് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. ഇത് പുതിയായിട്ടാണല്ലോ. നിനക്ക് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എന്റെ ഫോട്ടോ എവിടെയെങ്കിലും വന്ന പിന്നെ നിന്റെ മരണം അടിയന്തര ഞാൻ ഒരു വിദ്യയോടെ മച്ചു മാട വേണ്ട ഏട്ടാ, തടി കേടാവും. മോനെ ഗോപി, എന്തോ നിന്നെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ട്. ചുമ്മാ ഫോട്ടോ എടുത്തത് എന്റെ ഫോട്ടോ മാധ്യമത്തിൽ വന്ന പറഞ്ഞുകൊണ്ട് നീ മൊബൈലിലെടുത്ത് ഫേസ്ബുക്കിലല്ലേ എവിടെ ഇട്ടാലും ശരി തന്നെ. എന്റെ ഫോട്ടോ എന്നാൽ നിന്നെ ഞാൻ ഉറക്കും. അതൊക്കെ ഇനി എങ്ങനെ നടക്കുന്നതാടാ? ഇതിന്റെ കടയിൽ കൂടെ എനിക്ക് കുറച്ച് ചിലവ് കൂടാവും. എടുത്തത് കിട്ടിയില്ലെങ്കിലും കിട്ടിയത് കൊടുക്കായിരിക്കൂല ഏട്ടാ. അതിപ്പോ പെരുമാളിനായാലും ശരി, പെരുന്നാളിനായാലും ശരി. എന്റെ ഫോട്ടോ വല്ല മാധ്യമത്തിൽ വന്നു. സാർ ജീവിക്കാൻ മാർഗമില്ല, പട്ടിണിയാണ്, വാടകയും കൊടുക്കണം. ഇങ്ങനെ കൈനീട്ട് നടക്കല്ല വേണ്ടത്, അധ്വാനിക്കണം. രണ്ടുപേർക്ക് നല്ല ആരോഗ്യമുണ്ടല്ലോ. നിന്നെ കൊണ്ട് പറ്റുന്നത് നീ ചെയ്തു പോകും. ശരിക്കുള്ള പേര് പറടാ. രാജപ്പ മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ തലശ്ശേരി ഞാൻ ഒറ്റപ്പോലെ നോക്കും, മനസ്സിലായോ? മാധ്യമപ്രവർത്തകന് നേരെ ലഹരി കേസ് പ്രതിയുടെ വധഭീഷണി. പ്രതിയുടെ വീഡിയോ പകർത്തുന്നതിനിടെയാണ് ഭീഷണി മുഴക്കിയത്. കാട്ടാക്കട പൂവച്ചലിലാണ് സംഭവം. പൂവച്ചൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് വാടക വീട് കേന്ദ്രീകരിച്ച് വിദേശ മദ്യവും നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും വിൽപ്പന നടത്തിയ ഭിന്നശേഷിക്കാരനായ പ്രദീപ് കുമാറിനെയാണ് കാട്ടാക്കട പോലീസ് അറസ്റ്റ് ചെയ്തത്. അത് പിന്നെ എപ്പോഴത്തെ പോലെ ഞാനൊരു തമാശ ഉദ്ദേശിച്ചുള്ളൂ. വിഷമാമൻ മോനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാമൻ അങ്ങോട്ട് വന്ന് തരണോ അതോ മോൻ ഇങ്ങോട്ട് വന്ന് വാങ്ങിക്കുന്നോ?